മരിയ പ്രോഗ്രാം ശ്രവിക്കുവാനായി കടന്നു വന്നിട്ടുള്ള ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നു, ഞാൻ കാരുണ്യമല്ലാതെ മറ്റെന്താണ്? തള്ളിപ്പറഞ്ഞവനെ ഞാൻ മാറോട് ചേർത്തു, ഒറ്റുകാരനോടും ഞാൻ ക്ഷമിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അതെനിക്ക് സാധ്യമല്ല, കാരണം അവൻ സ്വയം ജീവനൊടുക്കി. പരിശുദ്ധ അമ്മയോട് നാം സംസാരിക്കുമ്പോൾ അവൾ നമ്മെ ആശ്വസിപ്പിക്കും, സ്വതന്ത്രയാക്കും, വിശുദ്ധീകരിക്കും. ഈ അമ്മയുടെ മടിത്തട്ടിലേക്ക് നമുക്ക് ഓടിയണയാം. സ്നേഹരാഗം മീട്ടിടും മണിവീണയാണു നീ, സ്നേഹകീർത്തനധാര ചൊരിയും നാദമാണു നീ, സ്നേഹമാം പ്രശോഭ വിതറും താരമാണു നീ, പൊഴിയും മേഘമാണു നീ. നന്മ നിറഞ്ഞവളേ, മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധി. നന്മ നിറഞ്ഞവളേ, മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധി. എഴുതിയാലും തീരാത്ത കവിതയാണു നീ, പാടിയാലും തീരാത്ത ഗാനമാണു നീ, മാഞ്ഞിടാത്ത മാരിവില്ലിൻ ശോഭയാണു നീ, മാനവർക്കു സ്വർഗലോക വാതിലാണു നീ. നന്മ നിറഞ്ഞവളേ, മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധി. നന്മ നിറഞ്ഞവളേ, മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധി. ഈ പ്രപഞ്ചമനോജ്ഞ
കനിയണമേ തായേ കനിയണമേ, നിൽക്കുമിദാസരെ നയിക്കണമേ, കുരിശിൻ ചുവട്ടിലെ യാഗബലി അർപ്പിക്കാൻ എന്നെ നീ പഠിപ്പിക്കണേ. അമ്മേ മേരിതായേ, ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ, ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വചനത്തിന് കാതുകൾ തുറന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതം വചനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. നിൻ്റെ സുതനോട് ഞങ്ങൾക്കായി നീ മാധ്യസ്ഥം യാചിക്കണം. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായി സുവിശേഷം 12-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ. അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചു പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചു പുറത്ത് നിൽക്കുന്നു. ഈശോ അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈകൾ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരനും. സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ ഈ വചനം വായിച്ച നിമിഷങ്ങളിൽ, ഒരുപക്ഷെ ഈ വചനം കേട്ട നിമിഷങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാകാം. ഈശോ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ട പരിഗണന നൽകിയില്ലല്ലോ, ഈശോ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ട പരിഗണന നൽകിയില്ലല്ലോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകാം. എന്നാൽ ഈശോ പരിശുദ്ധ അമ്മയ്ക്ക് പരിഗണന നൽകിയോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 50-ാമത്തെ വാക്യം കൃത്യമായിട്ട് നമ്മളൊന്ന് വായിക്കണം. ആ വാക്യം ഇപ്രകാരമാണ്: സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് മുന്നിൽ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തെ ഉദരത്തിൽ സ്വീകരിച്ച് വചനത്തിന് സ്വന്തം ജീവിതത്തിൽ ഇടം കൊടുത്ത വ്യക്തിയാണ് മറിയം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈശോയോട് ചേർന്നിരുന്നത് പരിശുദ്ധ കന്യകാമറിയം തന്നെയാണ്. ഈശോയുടെ ആദ്യ ശിക്ഷയെന്നും അല്ലെങ്കിൽ ഈശോയുടെ ഏറ്റവും അടുത്ത് ഈശോയെ അനുഗമിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരിശുദ്ധ കന്യകാമറിയം തന്നെയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ മറിയം എനിക്കും നിനക്കും നൽകുന്ന ഈ ഒരു മാതൃക, ഏറ്റവും അടുത്ത് ഈശോയെ അനുഗമിക്കുന്ന ഈ മാതൃക നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കണം. പലപ്പോഴും നമ്മൾ മറിയം നമുക്ക് നൽകുന്ന മാതൃക സ്വന്തമാക്കാറില്ല. നേരെ മറിച്ച് മറിയത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. ഇത് വേണം, അത് വേണം, ബാങ്ക് ബാലൻസ് വേണം, വണ്ടി വേണം, വിസ വേണം, കല്യാണം നടക്കണം, മക്കളെ വേണം, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണം. എന്നാൽ ഒരിക്കൽ പോലും പ്രിയ സഹോദരങ്ങളെ നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, അമ്മേ മാതാവേ വചനമനുസരിച്ച് ജീവിക്കുവാൻ എന്നെ നീ പഠിപ്പിക്കണമേ, വചനത്തെ ഉൾക്കൊള്ളുവാനുള്ള ഹൃദയം എനിക്ക് നൽകണമേ എന്ന് നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചുകൊണ്ട് ഈശോയെ ഏറ്റവും അടുത്ത് അനുഗമിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആ ഒരു മാതൃക മറിയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഇനിയും ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾക്ക് എന്താണ് ലഭിക്കുക? ഈശോ പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ രാജ്യം നിങ്ങൾ ആദ്യം അന്വേഷിക്കുക, അവൻ്റെ ഹിതം നിങ്ങൾ ആദ്യം അന്വേഷിക്കുക, അപ്പോൾ എല്ലാം അതിനോട് കൂടെ ചേർക്കപ്പെടും. ദൈവഹിതമനുസരിച്ച് നീ ജീവിക്കുകയാണെങ്കിൽ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നിനക്ക് ലഭിക്കും. അതിനായി പ്രത്യേകം നമുക്ക് പരിശ്രമിക്കാം, ആഗ്രഹിക്കുകയും ചെയ്യാം. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 34-ാം വാക്യം ഈശോ പറയുകയാണ്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് എൻ്റെ ഭക്ഷണം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് എൻ്റെ ഭക്ഷണം. ഈശോയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം ഈശോ നൽകിയത് പിതാവിൻ്റെ ഹിതത്തിനാണ്, പിതാവിൻ്റെ ഇഷ്ടത്തിനാണ്. അതുകൊണ്ടാണ് ഗെത്സമനയിലെ പ്രാർത്ഥന ഇപ്രകാരമായത്: പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീ അകറ്റി തരണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ 2-ാം ഭാഗം പലപ്പോഴും കാണത്തില്ല. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് പിതാവേ ഈ പാനപാത്രം നീ അകറ്റിത്താ എന്നാണ്. നമ്മൾ ഒരിക്കലും പറയാറില്ല, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് നമുക്കാർക്കും പലപ്പോഴും നമ്മൾ ആരും തന്നെ പറയാറില്ല. അതുകൊണ്ട് മറിയം നമുക്ക് നൽകുന്ന മാതൃക
പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നത് എങ്ങനെയാണ്, പിതാവിൻ്റെ ഹിതം നിറവേറ്റേണ്ടത് എങ്ങനെയാണെന്ന് മറിയം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ, വചനം ജീവിക്കുവാൻ, വചനം പ്രഘോഷിക്കുവാൻ, വചനമായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിന് പ്രത്യേകമായിട്ട് ഓരോ നിമിഷവും നമുക്ക് പരിശ്രമിക്കാം. പ്രിയ സഹോദരങ്ങളെ, ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി ജീവിക്കുന്ന ഇടം അനുഗ്രഹമായി തീരും. ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതം, അവൻ്റെ സാന്നിധ്യം, അവൻ്റെ ഒരു വാക്ക്, അവൻ്റെ ഒരു നോട്ടം, അത് വലിയ അഭിഷേകത്തിൻ്റെ, വലിയ സൗഖ്യത്തിൻ്റെ നിമിഷങ്ങളാണ്. നമുക്കറിയാം, ചില വ്യക്തികളുടെ അടുത്ത് പോയി ഇരിക്കുവാൻ, ഒരു സംസാരിക്കുവാൻ നമുക്കിഷ്ടമാണ്. കാരണം അവരിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി, ഒരു അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന, വചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളിൽ നിന്ന് എപ്പോഴും കൃപയുടെ അനുഭവമാണ് നമുക്ക് ലഭിക്കുക. നീർച്ചാലിന് അരികെ നട്ടിരിക്കുന്ന മരം പോലെയാണ് ഈ വ്യക്തികൾ. എപ്പോഴും ദൈവകൃപ ഇവരിൽ നിന്ന് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവഹിതമനുസരിച്ച്, പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ഓരോ നിമിഷവും നമുക്ക് പരിശ്രമിക്കാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 49-ാം വാക്യം, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. 12-ാം വയസ്സിൽ കാണാതാകുമ്പോൾ യൗസേപ്പും മറിയവും ഈശോയെ തേടി ഇറങ്ങുകയാണ്. 3-ാം ദിവസം ദേവാലയത്തിൽ വെച്ച് ഈശോ കാണുകയാണ്. 12 വയസ്സ് മാത്രമുള്ള ഈശോയുടെ അധരങ്ങൾ നിറഞ്ഞ വചനമാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മക്കളെ ഇപ്രകാരം പഠിപ്പിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും നമ്മുടെ മക്കൾക്ക് ദൈവഹിതമനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കാറുണ്ടോ? നമ്മുടെ ജീവിതങ്ങൾ കാണുമ്പോൾ, അപ്പൻ്റെയും അമ്മയുടെയും ജീവിതം കാണുമ്പോൾ മക്കൾക്ക് ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ? അതോ ഈ ലോകത്തിൻ്റെ പ്രവണതകളനുസരിച്ച്, ലോകം നൽകുന്ന സുഖങ്ങൾക്ക്, ഇഷ്ടങ്ങൾക്ക് പിന്നാലെ ഓടുന്ന രീതിയിലാണോ നമ്മൾ മക്കളെ വളർത്തുന്നത്? നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മാവ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുന്ന പല കാഴ്ചകൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. കാരണം അവനെ സംബന്ധിച്ച് ഭക്ഷണം, അവനെ സംബന്ധിച്ച് ഹിതം എന്നത് അവൻ്റെ സ്വന്തം ഇഷ്ടവും അവൻ്റെ സ്വന്തം ഹിതവുമാണ്. ഈ ലോകം നൽകുന്ന എല്ലാ സുഖത്തിൻ്റെ പിന്നാലെ ഓടുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെ തന്നെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയാണ്. നേരെ മറിച്ച് ദൈവഹിതമനുസരിച്ച്, വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ വലിയ കൃപയാണ് നമ്മുടെ ചുറ്റും പകർന്നു കൊടുക്കുന്നത്. പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശോയുടെ കൃപ പകർന്നു കൊടുക്കുവാൻ സാധിക്കണം. അതിന് നീ ചെയ്യേണ്ടത് വചനമനുസരിച്ച് ജീവിക്കുക, ദൈവഹിതമനുസരിച്ച് ജീവിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം നിൻ്റെ ജീവിതത്തിൽ നീ നിറവേറ്റുക. മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ മറിയം ഈശോയുടെ അമ്മയായിത്തീരുന്നു, ദൈവത്തിൻ്റെ അമ്മയായിത്തീരുന്നു. എന്നാൽ ഓർക്കണം, അവിടെ കൊണ്ട് ഇവളുടെ ജീവിതത്തിൽ മൊത്തം സന്തോഷമാണെന്ന് നിങ്ങൾ വിചാരിക്കില്ലേ. സഹനങ്ങൾ, അസ്വസ്ഥതകൾ, വേദനകളാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഈ വേദനകളെല്ലാം മറിയം അനുഗ്രഹമാക്കി മാറ്റുകയാണ്. ഈശോയോട് ചേർന്നിരുന്ന് ഈ വേദനകളെ, ഒറ്റപ്പെടലുണ്ടാകുമ്പോൾ അതിനെ, അതും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുണ്ടാകുമ്പോൾ അതിനെ, കുരിശിൻ്റെ അനുഭവത്തെ എല്ലാം ഈശോയോട് ചേർന്നിരുന്നപ്പോൾ അവിടെ അതെല്ലാം അനുഗ്രഹമായി മാറി. മറിയം സഹരക്ഷകയായി മാറി. കുരിശിൻ്റെ അനുഭവം അനുഗ്രഹമായി മാറി. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നീ വചനത്തോട് ചേർന്നിരുന്ന് ജീവിക്കുമ്പോൾ സഹനങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും, അസ്വസ്ഥതകളുണ്ടാകും. മറ്റുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തും. അവിടെ നീ ഒഴുക്കിന് എതിരായിട്ടാണ് നീന്തുന്നത്. ഈ ലോകത്തിൻ്റെ പ്രവണതകൾക്ക് എതിരായിട്ടാണ് നീ പോകുന്നത്. അങ്ങനെ ഈ സഹനം ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം ഈ കാലഘട്ടത്തിൽ അനുഗ്രഹമായി മാറും. മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന, അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന ജീവിതമായി മാറും. അതിന് പ്രത്യേകം നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തെ അങ്ങനെ ആക്കി മാറ്റുവാൻ നമുക്ക് എപ്പോഴും ആഗ്രഹിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 17-ാം വാക്യം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീ ആവശ്യപ്പെട്ട ഇക്കാര്യവും ഞാൻ നിനക്ക് നിറവേറ്റി തരും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയ ദൈവജനമേ, 2009
എൻ്റെ ദൈവവിളിയിൽ വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രലോഭനങ്ങളും കടന്നു വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ IMS ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെയുള്ള IMS മാതാവിൻ്റെ തിരുനടയിൽ പ്രാർത്ഥിക്കുവാനായി അല്പസമയം ചിലവഴിക്കുകയും ചെയ്തു. പരിശുദ്ധ മാതാവിനോടുള്ള എൻ്റെ അപ്പച്ചൻ്റെ ആഴമായ വിശ്വാസം. ജപമാലയ്ക്ക് ശേഷം അപ്പച്ചൻ എന്നോട് പറഞ്ഞു, മകളെ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയൊരാളുടെ കയ്യിലാണ്. നീ ധൈര്യമായി പൊയ്ക്കൊള്ളുക. പ്രിയരെ, നമ്മെ കേൾക്കുന്ന ഒരമ്മ നമ്മുടെ കൂടെയുണ്ട്. അവൾ നാം വീണ് കിടക്കുവാൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. അവൾ നമ്മെ കോരിയെടുക്കും, തൻ്റെ മാറോട് ചേർക്കും. അതെ, കാരുണ്യമുള്ള ഒരമ്മയാണ് നമ്മുടെ പരിശുദ്ധ കന്യകാമറിയം. കനിവുക്കിനിയും കരങ്ങൾ നീട്ടി കാത്തു നിൽക്കും അമ്മ നീ. കനിവുകിരിയും കരങ്ങൾ നീട്ടി കാത്തു നിൽക്കും അമ്മ നീ. കരുതലോടെ കൈപിടിച്ച് വഴി നടത്തും അമ്മ നീ. കരുതലോടെ കൈപിടിച്ച്
അമ്മേ ദൈവമാതാവേ, ഞങ്ങളും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് കാരുണ്യപൂർവം പ്രവർത്തിക്കുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ.